കൈരളിയുടെ മണ്ണിൽ നിശബ്ദനായിരുന്ന ഒരു കലാകാരൻ കൂടി രംഗത്ത്. കൈരളി ക്രാഫ്റ്റ്സ് ബസാറിൽ നിമിഷ നേരം കൊണ്ട് കാണികളുടെ മനസ്സ് കവർന്നായിരുന്നു ബാബു ഊരമ്പിളിൽ എന്ന ഈ കലാകാരന്റെ ചിത്രരചന. അരമണിക്കൂർ ഒന്ന് ക്ഷമിച്ചിരിക്കാമോ? നിങ്ങളുടെ മുഖവും പേപ്പറിൽ തെളിയും. ബാബു ഊരമ്പിളിൽ എന്ന ഈ കലാകാരന് അരമണിക്കൂർ ധാരാളമാണ് മുമ്പിലിരിക്കുന്ന വ്യക്തിയുടെ മുഖം പേപ്പറിൽ പകർത്താൻ. പ്രൊഫഷണലി എഞ്ചിനീയർ ആയിരുന്നിട്ടും തനിക്കുള്ളിലെ വേറിട്ട കലാകാരനെ തിരിച്ചറിയാൻ ഇടയാക്കിയതാണ് കലാരംഗത്തോട് കടന്നു വരുവാൻ കൊല്ലംകാരനായ തന്നെ പ്രേരിപ്പിച്ചതെന്ന് ബാബു പറയുന്നു. ഞാനിപ്പോൾ പെയിൻറ്റിങ്ങിലോട്ട് കയറിയിട്ട് ഇപ്പം 12 വർഷമായി. വരയ്ക്കാനൊക്കെ പഠിച്ചതും എല്ലാം തനിയെ തന്നെ എല്ലാം ചെയ്തു. പിന്നെ ഗ്ലാസ് പെയിൻറ്റിങ്, ഗ്ലാസ്സിൽ സ്പ്രേ ചെയ്യുന്ന വർക്ക്, പോർട്രേറ്റ് പെയിൻറ്റിങ്സ്, അത് സാറിന് ആരും ചെയ്യുന്നതല്ല, അതും പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഇപ്പോൾ ആളിനെ നോക്കിയിരുത്തി സ്പ്രേ ചെയ്യാനായിട്ട് ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ചിത്രങ്ങളുടെ ലഭ്യത ഇവിടെയുണ്ട്. സ്പോട്ട് പെയിന്റിംഗിൽ പെൻസിലിന്റെ കറുത്ത ചായത്തിൽ മുഖചിത്രം തീരുമ്പോൾ സ്പ്രേ പെയിന്റിംഗിൽ കളർഫുൾ ചായ സംയോജനയിൽ ചിത്രം പൂർത്തിയാവുന്നു. ഒപ്പം ഗ്ലാസ് പെയിന്റിംഗിൽ തന്റെ ആദ്യ പരീക്ഷണമായ ഗാന്ധിയുടെ ചിത്രത്തിലൂടെ ഈ കലാകാരൻ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്ലാസ് പെയിന്റിംഗ് ഇപ്പം ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. 2 വർഷമായുള്ളൂ ഗ്ലാസ് പെയിന്റിംഗ് തന്നെ. അതിലിപ്പോൾ ഏറ്റവും നന്നായിട്ട് ഒരു പടമാണ് ഗാന്ധിജിയുടെ ചെയ്തത്. അത് 3 അടി വലിപ്പമാണ്. അത് ചെയ്യുന്നത് കുറേ തലവേദന പിടിച്ച് പ്രയാസമുള്ള പണിയാണ്. കാരണം അത് റിവേഴ്സായിട്ടാണ് ചെയ്യേണ്ടത്. ഗ്ലാസിൻ്റെ ബാക്കിലാണ് ചെയ്യേണ്ടത്. ഫ്രണ്ടിൽ കൂടെ നോക്കിയേ വേണം. കൈ തൊടത്തില്ല, കൈയോ ബ്രഷോ ഒന്നും തൊടത്തില്ല. കംപ്ലീറ്റ് ഈ എയർ ഗൺ വെച്ച് തന്നെ ചെയ്യുന്നത്. കൈരളിയുടെ മണ്ണിലെ കലാകാരന്റെ വിശേഷവുമായി കൈരളി ക്രാഫ്റ്റ് ബസാറിൽ നിന്നും ക്യാമറമാൻ എബിക്കൊപ്പം മേരി സ്റ്റെബി.